തഖ്വയിലായി ജീവിക്കാൻ എന്നോടും നിങ്ങളോടും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ സഹീഹുൽ ബുഖാരിയെ സംബന്ധിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിക്കുകയുണ്ടായി. സഹീഹുൽ ബുഖാരിയുടെ രചയിതാവ് മഹാനായ ഇമാം ബുഖാരിയുടെ ചരിത്രമായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. ഇന്ന് സഹീഹുൽ ബുഖാരിയെ നമ്മൾ പരിചയപ്പെടുകയാണ്. സഹീഹുൽ ബുഖാരിയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിന് ശേഷം ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ, ലോകം ആധികാരികമായ ഗ്രന്ഥമായി കാണുന്ന ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് സഹീഹുൽ ബുഖാരി മാത്രമാണ്. ഇസ്ലാമിക ലോകത്ത് വളരെ ആധികാരികതയുള്ള ഒരു ഗ്രന്ഥമാണ്. പക്ഷേ അതേക്കുറിച്ചുള്ള നമ്മുടെ സമൂഹത്തിൻ്റെ അജ്ഞത കാരണം ആ ഇമാം ബുഖാരിയുടെ സ്വഹീഹിലുള്ള പല ഹദീസുകളും പലരും വിമർശിക്കാൻ തയ്യാറാകുന്ന സാഹചര്യങ്ങൾ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ സഹീഹുൽ ബുഖാരിയെ സംബന്ധിച്ച് നമ്മൾ ചെറിയ തോതിൽ ഒരു വിശദീകരണം പറഞ്ഞ് അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് നമ്മുടെ ആലമുൽ മലായിക്ക എന്ന വിഷയം ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ കൊണ്ടുവരുന്നത് നമ്മൾ ഓരോ ഹദീസുകളും വൺ ബൈ വണ്ണായി നമ്മൾ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. മഹാനായ ഇമാം ബുഖാരി ഒരിക്കൽ മഹാനവറുകളുടെ ഗുരുനാഥൻ ഇസ്ഹാഖ് ബിൻ റാഹവൈഹിയുടെ സദസ്സിലിരിക്കുകയാണ്. അന്ന് സഹീഹുൽ ബുഖാരി രചിക്കപ്പെട്ടിട്ടില്ല. മഹാനായ ഇസ്ഹാഖ് ബിൻ റാഹവൈഹി ഇമാം ബുഖാരിയുടെ ഗുരുനാഥൻ മഹാനവറുകളോട് പറയുകയാണ്, ലൗ ജമഅതും കിതാബൻ മുഖ്തസറൻ ലി സഹീഹ് സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ പ്രവാചകനിൽ നിന്ന് സ്വഹീഹായ പരമ്പരയിലൂടെ ലഭ്യമായ ഹദീസുകൾ നിങ്ങൾ ക്രോഡീകരിച്ചൊരു ചെറിയൊരു ഗ്രന്ഥം നിങ്ങൾ ഉണ്ടാക്കിയിരുന്നെങ്കിൽ അത് ജനങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുമായിരുന്നല്ലോ എന്ന് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞപ്പോൾ ഫവഖഅ ദാലിക ഫീ ഖൽബി, അതെൻ്റെ മനസ്സിൽ വല്ലാതെ കൊണ്ടു. ആ സന്ദർഭത്തിൽ ഞാൻ ആ ചിന്തയുമായി പോവുകയും ഫഅഖദ്തു ഫീ ജംഇൽ ജാമിഉ സഹീഹ്, അങ്ങനെ ജാമിഉ സഹീഹ് എന്ന സഹീഹുൽ ബുഖാരി രചിക്കാൻ വേണ്ടി ഞാൻ തയ്യാറായി. എൻ്റെ ഗുരുനാഥൻ്റെ ഒരൊറ്റ നിർദ്ദേശമാണ്. വിദ്യാർത്ഥികളും ഗുരുനാഥന്മാരും തമ്മിലുള്ള ബന്ധവും ഗുരുനാഥന്മാർ വിദ്യാർത്ഥികളോട് നിർദ്ദേശിക്കുന്ന നിർദ്ദേശവും എപ്രകാരമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് നൽകുന്നൊരു സൂചനയാണിത്. ഒരു ഗുരുനാഥൻ പറയുകയാണ്, നിങ്ങൾ ഒരു ഗ്രന്ഥം രചിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ മഹാനവറുകൾ വളരെ വലിയ ത്യാഗോജ്ജലമായ ഒരു പ്രോഗ്രാമിന് അങ്ങോട്ട് തയ്യാറാവുകയാണ്. മഹാനായ ഇമാം ബുഖാരി ആ ഹദീസ് ശേഖരിക്കാൻ വേണ്ടി, ഈ സഹീഹുൽ ബുഖാരി രചിക്കാൻ വേണ്ടി മഹാനവറുകൾ തയ്യാറാകുമ്പോൾ 7397 ഹദീസുകൾ മഹാനവറുകൾ അതിൽ കൊണ്ടുവരികയാണ്. നമുക്ക് ഒരു 7000 വാക്ക് പറയാൻ, അല്ലെങ്കിൽ ഒരു 7000 അക്ഷരങ്ങൾ പറയാൻ നമുക്ക് എത്രമാത്രം പ്രയാസമുണ്ടാകും. മഹാനായ ഇമാം ബുഖാരി കൊണ്ടുവരുന്ന ഹദീസ് ചിലപ്പോൾ 7397 ഹദീസ് എന്ന് പറയുമ്പോൾ ചില ഹദീസ് ഒരു വരി ഉണ്ടാകും, ചില ഹദീസ് 10 വരി ഉണ്ടാകും, ചിലത് 5 വരി ഉണ്ടാകും, വലുതും ചെറുതും ഒക്കെ ഉണ്ടാകും. അങ്ങനെ 7397 ഹദീസുകൾ മഹാനവറുകൾ തൻ്റെ ഗ്രന്ഥത്തിൽ കൊണ്ടുവരികയാണ്. അതിന് മഹാനവറുകൾ അൽ ജാമിഉ സഹീഹ് എന്നാണ് പേര് നൽകിയത്. അൽ ജാമിഉ സഹീഹ്. നമ്മൾ സഹീഹുൽ ബുഖാരി എന്ന് പറയും, എന്നാൽ ജാമിഉ സഹീഹ് എന്ന് പറയുക. ഈ ജാമിഅ എന്ന് പറഞ്ഞാൽ ഹദീസ് ശേഖരിക്കുമ്പോൾ, ഗ്രന്ഥങ്ങൾ രചിക്കുമ്പോൾ ജാമിഅ എന്ന് പേരിട്ടാൽ ഹദീസ് പണ്ഡിതന്മാർ അവിടെ കുറച്ച് ഡിമാൻഡുകൾ പരിഗണിക്കുന്നുണ്ട്.
ജാമിയായ ഹദീസ് എന്ന് പറയുമ്പോൾ അത് നിശ്ചിതമായ ബാബുകൾ, അധ്യായങ്ങളുടെ ഓർഡറിലായിരിക്കണം. വ്യത്യസ്തമായ വിഷയങ്ങൾ ആ ഗ്രന്ഥത്തിൽ കൊണ്ടുവരണം, എന്നെങ്കിലേ അതിന് ജാമിഅ എന്ന് പറയുകയുള്ളൂ. പണ്ഡിത ലോകം പ്രഖ്യാപിക്കുന്നത് 8 വിഷയങ്ങൾ അതിൽ കൊണ്ടുവരേണ്ടതുണ്ട് മിനിമം. ഒന്നെന്താണ്? അഖായിദാപരമായ കാര്യങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങൾ കൊണ്ടുവന്നാലേ, ആ ഗ്രന്ഥത്തിൽ വിശ്വാസപരമായ കാര്യങ്ങൾ ഉണ്ടായാലേ ആ ഗ്രന്ഥത്തെ ജാമിഅ എന്ന് പറയുകയുള്ളൂ. അള്ളാഹുവിൻ്റെ മലായിക്കത്തിനെ കുറിച്ച് ബാബുൽ മലായിക്ക എന്ന അധ്യായം തന്നെ ഇമാം ബുഖാരി കൊണ്ടുവരുന്നു. അതുപോലെ വിശ്വാസപരമായ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. അതുപോലെ രണ്ടാമതായി അഹ്കാമുകൾ, വിധിവിലക്കുകൾ പരാമർശിക്കുന്ന അധ്യായങ്ങൾ വരേണ്ടതുണ്ട്. മൂന്നാമത് സിയർ, ചരിത്രങ്ങൾ പരാമർശിക്കുന്ന അധ്യായങ്ങൾ വരണം. നാലാമത് അൽ ആദാബ്, മര്യാദകൾ പഠിപ്പിക്കുന്ന അധ്യായങ്ങൾ വരണം. അഞ്ചാമത് അത്തഫ്സീർ, ഖുർആനിക വചനങ്ങൾക്കുള്ള വിശദീകരണം നൽകുന്ന അധ്യായങ്ങൾ വരേണ്ടതുണ്ട്. 6 അൽ ഫിതൻ, ലോകത്തുണ്ടാകുന്ന കുഴപ്പങ്ങളെ സംബന്ധിച്ച്, ഒരു കുഴപ്പമുണ്ടാകുമ്പോൾ, ഫിതനയുണ്ടാകുമ്പോൾ ഒരു വിശ്വാസിയുടെ നിലപാടെന്ത് എന്നൊക്കെ വിശദീകരിക്കുന്ന അധ്യായം വേണം. 7 അശ്റാത്തു സാഅ, അന്ത്യനാളിനെ കുറിച്ചുള്ള അടയാളങ്ങൾ എന്തൊക്കെയെന്ന് വിവരിക്കുന്ന അധ്യായം വേണം. 8 മനാഖിബ്, ചരിത്രങ്ങൾ, സുദീഖുൽ അക്ബറിന്റെ ചരിത്രം, ഉമറുൽ ഫാറൂഖിന്റെ ചരിത്രം, ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ ചരിത്രം, അങ്ങനെ മഹാരഥന്മാരുടെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തപ്പെടണം. അപ്പോഴാണ് ഒരു കിതാബിന് ജാമിഅ എന്ന് പറയുകയുള്ളൂ. ഇമാം ബുഖാരിയുടെ സഹീഹിന് ജാമിഉ സ്വഹീഹ് എന്ന് പറയാൻ കാരണം അതിൽ 8 ഇനം അധ്യായങ്ങൾ വരുന്നു. 1 വിശ്വാസകാര്യങ്ങൾ, 2 വിധിവിലക്കുകൾ, 3 ചരിത്രപരമായ കാര്യങ്ങൾ, 4 മര്യാദകൾ, 5 ഖുർആൻ വ്യാഖ്യാനം, 6 കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു വിശ്വാസിയുടെ നിലപാട് എന്ത് എന്ന് വ്യക്തമാക്കുന്നത്, 7 അന്ത്യനാളിന്റെ അടയാളങ്ങൾ, 8 മനാഖിബ്, മഹാരഥന്മാരുടെ മഹത്വങ്ങൾ വ്യക്തമാക്കുന്ന ചരിത്ര രേഖകൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള പരാമർശങ്ങളുള്ള അധ്യായങ്ങൾ. ഇങ്ങനെയുള്ള അധ്യായങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഒരു കിതാബിന് ജാമിഅ എന്ന് പറയുക. ആ മർത്തബയിലേക്ക് ഉയർന്ന ഗ്രന്ഥമാണ് സഹീഹുൽ ബുഖാരി എന്ന് നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല, മഹാനായ ഇമാം ബുഖാരി ഈ വിഷയത്തിൽ തൻ്റെ ഗ്രന്ഥം മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് വേർതിരിയാൻ ആവശ്യമായ ഒരുപാട് വിഷയങ്ങൾ മഹാനവറുകൾ കൊണ്ടുവന്നു. മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ ഒന്നുമില്ലാത്ത നിരവധി കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു സഹീഹായ ഹദീസ് ഗ്രന്ഥത്തെ ജാമി എന്ന് പറയാൻ ഇത്തരം കാര്യങ്ങളൊക്കെ വരേണ്ടതുണ്ട്. ഇമാം ബുഖാരിയുടെ സഹീഹിൽ നിരവധി ചർച്ചകൾ നടക്കുന്നുണ്ട്. അഖീദപരമായ കാര്യം, ഫിഖ് പരമായ കാര്യം, തഫ്സീർ പരമായ കാര്യം, മഗാസി, സിയർ, ഒരുപാട് കാര്യങ്ങൾ. എന്നാൽ മേലെ പറഞ്ഞ ആ 8 കാര്യങ്ങൾ ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ കാണാൻ കഴിയും. ഇനി ഹദീസുകളുടെ കൂട്ടത്തിൽ സുനനുകൾ എന്ന് പറയും. ഇപ്പം നമ്മൾ സുനൻ ഇബ്നു മാജ, സുനൻ തിർമിദി, അല്ലെങ്കിൽ സുനൻ അബൂ ദാവൂദ് എന്ന് പറയും. അപ്പൊ സുനനുകൾ എന്ന് പറഞ്ഞാൽ എന്താ? സുനനുകൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ല, ഈ രൂപത്തിലുള്ള വ്യത്യസ്തമായ അധ്യായങ്ങൾ കൊണ്ടുവരികയല്ല ഹദീസ് ഗ്രന്ഥങ്ങളിൽ. സുനനുകൾ എന്ന് പറയുമ്പോൾ അതിൽ ഹദീസുകളെ ഫിഖ്ഹിയായ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓർഡറിലാക്കിയിരിക്കും. ഇപ്പോൾ സുനൻ അബൂ ദാവൂദ് എന്ന് പറഞ്ഞാൽ, അബൂ ദാവൂദിന്റെ സുനൻ എന്ന് പറഞ്ഞാൽ അതൊരു ഹദീസ് ഗ്രന്ഥമാണ്. പക്ഷേ അതിൽ ഫിഖ്ഹിന്റെ മസലകൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ആദ്യം ത്വഹാറത്ത്, വെള്ളത്തെക്കുറിച്ചുള്ള ചർച്ച, പിന്നെ നമസ്കാരത്തെക്കുറിച്ചുള്ള ചർച്ച, തയമ്മം, അതേപോലെയുള്ള കാര്യങ്ങൾ ഫിഖിന്റെ കിതാബിലുള്ള കർമ്മശാസ്ത്രപരമായ ഓർഡർ, ആ ഓർഡറിൽ രചിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളെയാണ് സുനന് എന്ന് പറയുക. മനസ്സിലായില്ലേ? എന്നാൽ നമ്മൾ ആ സുനനുകളുടെ കൂട്ടത്തിൽ ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്. എന്നാൽ അതിൽ പ്രസിദ്ധമായവ
ഒന്ന് സുനന് അബൂദാവൂദാണ്. സുനന് അബൂദാവൂദ്. രണ്ട് സുനന് തിർമിദി. മൂന്ന് സുനന് നസായി. നാല് സുനന് ഇബ്നു മാജ. ഈ 4 ഗ്രന്ഥങ്ങളെ സുനനുകൾ എന്ന് പറയും. എന്നാൽ ഇമാം തിർമിദിയുടെ സുനന് ജാമിഉ തിർമിദി എന്നും പരാമർശമുണ്ട്. ഏതായിരുന്നാലും ഈ 4 ഗ്രന്ഥങ്ങളാണ് സുനനുകൾ. അബൂദാവൂദ്, തിർമിദി, നസായി, ഇബ്നു മാജ. ഇവ എങ്ങനെയാണ്? സഹീഹ് ബുഖാരിയിലുള്ളത് പോലെയല്ല. ഇവ ഹദീസുകൾ കർമ്മശാസ്ത്രം ഓർഡറിൽ നമ്മളൊരു ഫിഖിന്റെ കിതാബ് പഠിക്കുന്നത് പോലെ ഈ ഹദീസുകൾ നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ വരിയായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് സുനനുകൾ എന്ന് പറയുന്നത്. സുനന് തിർമിദി, സുനൻ അബൂദാവൂദ്, സുനൻ ഇബ്നു മാജ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പോ ഈ ഹദീസ് ഗ്രന്ഥങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചില കിതാബുകളൊക്കെ നോക്കുമ്പോൾ കാണാൻ കഴിയും ബുഖാരി എന്ന് പേര് എഴുതി വെച്ചിട്ടുണ്ടാവില്ല. ചില കിതാബുകൾ നമ്മൾ നോക്കുമ്പോൾ ഒരു ബ്രാക്കറ്റിൽ ഖാ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. ബ്രാക്കറ്റിൽ ഖാ എന്ന് എഴുതി വെച്ചാൽ ബുഖാരി എന്ന് മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? കിതാബുകൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ പിന്നെ അതിലിങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഒരു ഹദീസാണ് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആ ഹദീസ് പറഞ്ഞിട്ട് ആരൊക്കെയാണ് ആ ഹദീസ് പറഞ്ഞത് എന്ന് അടിയിൽ ബുഖാരി പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം പറഞ്ഞിട്ടുണ്ട്, അബൂദാവൂദ് പറഞ്ഞിട്ടുണ്ട്, തിർമിദി പറഞ്ഞിട്ടുണ്ട്, നസായി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ, അതുപോലെ ഇബ്നു മാജ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അവരെ പേരൊക്കെ പറയുന്നതിന് ബദല് ഖ, മ, ദ, ത, സ, ഹ, ഐൻ എന്നിങ്ങനെയൊക്കെ കാണാൻ കഴിയും. അപ്പോൾ ഖ എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിൽ ഖ എന്നിട്ടാൽ ബുഖാരി, മീം ഇട്ടാൽ മുസ്ലിം, ദാൽ ഇട്ടാൽ അബൂദാവൂദ്, ത ഇട്ടാൽ തിർമിദി, സീൻ ഇട്ടാൽ നസായി, ഹ ഇട്ടാൽ ഇബ്നു മാജ. മനസ്സിലായില്ലേ? നമുക്ക് പ്രയാസമില്ലാത്ത കാര്യമാണ്. ബുഖാരിയിൽ ഖ ഉണ്ട്. അപ്പോൾ ഒരു ബ്രാക്കറ്റിൽ ഖ എന്നിട്ട് കണ്ടാൽ ഒരു ഹദീസ് കണ്ടു, ഒരു ഗ്രന്ഥത്തിൽ ഒരു ഹദീസ് ഉണ്ട്, എന്നിട്ട് അതിൻ്റെ അടിയിൽ ബ്രാക്കറ്റിൽ ഖ എന്ന് കണ്ടു, പിന്നെ അടുത്ത ബ്രാക്കറ്റിൽ മീം ഉണ്ട്. അപ്പോൾ ഇതായി മുത്തഫഖ് അലൈഹി ഹദീസാണെന്നായി. ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസ് ആണെങ്കിൽ അതിന് മുത്തഫഖ് അലൈഹി എന്നാണല്ലോ പറയാ. അപ്പോൾ മുത്തഫഖ് അലൈഹി ഹദീസാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ അതിൽ ദാന്നും കൂടി ഉണ്ടെങ്കിലോ അത് അബൂദാവൂദിലുള്ള ഹദീസാണ്, താന്നുണ്ടെങ്കിലോ തിർമിദിയിലുള്ള ഹദീസാണ്, സീനുണ്ടെങ്കിലോ നസായിയിലുള്ള ഹദീസാണ്, ഹാന്നുണ്ടെങ്കിലോ ഇബ്നു മാജയിലുള്ള ഹദീസാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ 4 എണ്ണത്തിനെയും അതേപോലെ ബുഖാരിനെയും മുസ്ലിമിനെയും കൂട്ടിക്കൊണ്ട് സിയാവ് സിത്ത എന്ന് പറയാറുണ്ട്. സിയാവ് സിത്ത എന്ന് നിങ്ങൾ കേൾക്കാറുണ്ട്. അപ്പോൾ സിയാവ് സിത്ത എന്ന് പറയുമ്പോൾ ബുഖാരിയും മുസ്ലിമും അബൂദാവൂദും തിർമിദിയും നസായിയും ഇബ്നു മാജയും കൂടുമ്പോഴാണ് സിയാവ് സിത്ത എന്ന് പറയുക. മനസ്സിലായില്ലേ? അപ്പൊ ഏതായിരുന്നാലും നാം പറഞ്ഞു വരുന്നത് സഹീഹ് ബുഖാരിയുടെ പേര് ജാമിഉ സഹീഹ്. അപ്പോൾ പറയേണ്ടത് അതാണ്. ബുഖാരിയുടെ പേരെന്താ? ജാമിഉ സഹീഹ്. മനസ്സിലായില്ലേ? ഈ ബുഖാരിയെ സംബന്ധിച്ച് ഇമാം നവവി തന്റെ ശറഹ് മുസ്ലിമിൽ വളരെ വിശദമായ ഒരു ചർച്ച നടത്തുന്നുണ്ട്. അദ്ദേഹം പറയാ ഇത്തഫഖൽ ഉലമാഉ റഹിമഹുമുല്ലാഹ് അലാ അന്ന സഹൽ കുതുബി ബഅദൽ ഖുർആനിൽ അസീസ് അസ്സഹീഹാനി അൽ ബുഖാരി വ മുസ്ലിം വതലഖതുഹുമൽ ഉമ്മ ബിൽ ഖബൂൽ വകിതാബുൽ ബുഖാരി അസഹ്ഹുമാ വഅക്തറുഹുമാ ഫവായിദ വമആരിഫ ലാഹിറതൻ വആമില. മഹാനവറുകൾ പറയുന്നത് ഇമാം ബുഖാരിയുടെ സ്വഹീഹും ഇമാം മുസ്ലിമിന്റെ സ്വഹീഹും പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും ആധികാരികം ഈ 2 ഗ്രന്ഥത്തിനാണ്. ലോകത്തുള്ള പണ്ഡിത ലോകം മൊത്തം ഈ 2 ഗ്രന്ഥങ്ങളെയും ആധികാരികമായി സ്വീകരിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ 2 ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ആശയസമ്പന്നമായിട്ടുള്ളത് സ്വഹീഹുൽ ബുഖാരിയാണ്. കാരണം സ്വഹീഹുൽ ബുഖാരിയിൽ സഹീഹ് മുസ്ലിമിലുള്ളതിനേക്കാൾ ഒരുപാട് ആശയങ്ങൾ പ്രകടമായിട്ടും അതുപോലെ തന്നെ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നിട്ട് മഹാനായ ഇമാം നവവി പറഞ്ഞു വഖദ് സഹ അന്ന മുസ്ലിമൻ കാന മിമ്മൻ യസ്തഫീദു മിനൽ ബുഖാരി. സ്വഹീഹായ രേഖയിലൂടെ ലഭ്യമായിട്ടുണ്ട്. ഇമാം മുസ്ലിം സഹീഹുൽ ബുഖാരി രചിച്ച അതിൻ്റെ ഇമാം ബുഖാരിയുടെ അടുക്കൽ പോയിട്ട് അറിവ് പഠിക്കാറുണ്ടായിരുന്നു. ഇമാം മുസ്ലിം ഇമാം ബുഖാരിയുടെ അടുക്കൽ നിന്ന് ദീൻ പഠിക്കാറുണ്ടായിരുന്നു.
മാത്രമല്ല വയഅ്തരിഫു ബിഅന്നഹു ലൈസ ലഹു നളീറുൻ ഫീ ഇൽമിൽ ഹദീസ്. ഇമാം മുസ്ലിം പറയും, ഇമാം ബുഖാരിക്ക് സമാനമായി ഹദീസ് വൈജ്ഞാനിക മേഖലയിൽ ഒരു വ്യക്തിയെയും ലോകത്ത് നമുക്ക് കാണാൻ കഴിയില്ല. അത്രയും വലിയ വ്യക്തിത്വമാണ് മഹാനവറുകൾക്കുള്ളത്. എന്നിട്ട് ഇമാം നബി പറയാം, വഹാദല്ലദീ ദക്കർനാഹു മിൻ തർജീഹി കിതാബിൽ ബുഖാരി ഹുവൽ മദ്ഹബുൽ മുഖ്താറുല്ലദീ ഖാലഹുൽ ജമാഹീർ വ അഹ്ലുൽ ഇത്ഖാൻ. ഈ പറഞ്ഞ സംഭവങ്ങളുണ്ടല്ലോ, ഇതുകൊണ്ടാണ് ഇമാം ബുഖാരിയെ ലോകത്തുള്ള പണ്ഡിതന്മാർ ആധികാരികമായ പണ്ഡിതനായി കൂടുതലും മുൻതൂക്കം നൽകി കൂടുതലും മഹാനവറുകളെ മറ്റുള്ളവരെക്കാൾ പരിഗണിക്കാൻ കാരണം ഇതാണ് എന്ന് ഇമാം നവവി വ്യക്തമാക്കുകയാണ്. മഹാനായ ഇമാം ഹാഫിളുദ്ദുന്യ ഇബ്നു ഹജറുൽ അസ്കലാനി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞു, മഹാനായ ഇമാം ബുഖാരി ഒരിക്കൽ പറഞ്ഞു, മാ വളഅതു ഫീ കിതാബിസ് സഹീഹ് ഹദീസൻ ഇല്ലാ തസൽതു ഖബല ദാലിക വസല്ലൈതു റകഅതൈൻ. ഞാൻ സഹീഹുൽ ബുഖാരി രചിക്കുമ്പോൾ ഒരൊറ്റ ഹദീസും ഞാൻ അതിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഞാൻ കൃത്യമായി ആ ഹദീസ് രേഖപ്പെടുത്തുന്നതിൻ്റെ മുമ്പ് പോയി കുളിക്കുകയും 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്തതിന് ശേഷമല്ലാതെ ഒരു ഹദീസും ഈ സഹീഹുൽ ബുഖാരിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടില്ല. 7000-ൽ ചില്ലാനും ഹദീസുകൾ സഹീഹുൽ ബുഖാരിയിൽ മഹാനവറുകൾ രേഖപ്പെടുത്തുമ്പോൾ ഓരോ ഹദീസിനും മഹാനവറുകൾ പറയുന്നു, ഞാൻ പോയി കുളിക്കും, എന്നിട്ട് 2 റക്അത്ത് നമസ്കരിക്കും. അപ്പോൾ 7000-ൽ ചില്ലാനും പ്രാവശ്യം കുളി, അതുപോലെ 7000-ൽ ചില്ലാനും പ്രാവശ്യം ഈ 2 റക്അത്ത് നമസ്കാരം. ഇങ്ങനെയാണ് സഹീഹുൽ ബുഖാരിയിൽ ഞാൻ ഓരോ ഹദീസും രചിച്ച് വെച്ചത്. എന്നിട്ട് മഹാനവറുകൾ പറയാം, സന്നഫ്തു കിതാബിൽ ജാമി ഫിൽ മസ്ജിദിൽ ഹറാം. ഞാൻ മസ്ജിദുൽ ഹറാമിൽ വെച്ചിട്ടാണ് അതിനെ ഞാൻ ക്രോഡീകരിച്ചത്. വമാ അദ്ഖൽതു ഫീ ഹദീസൻ ഹത്താ ഇസ്തഖർതുല്ലാഹ തആല വതയഖൻതു സിഹ്ഹതഹു. ഏതൊരു ഹദീസും അതിൽ ഞാൻ വെക്കുമ്പോൾ അള്ളാഹുവിനോട് ഞാൻ ഇസ്തിഖാറത്തിനെ തേടിയിട്ടല്ലാതെ ഞാൻ അതിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അത് സ്വഹീഹാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടല്ലാതെ ഞാൻ എൻ്റെ സ്വഹീൽ ഒരു ഹദീസും രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ, മസ്ജിദുൽ ഹറാമിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് ക്രോഡീകരിച്ചതെന്ന് പറഞ്ഞാൽ മഹാനവറുകളുടെ ഓരോ വിഷയങ്ങളുടെയും അധ്യായങ്ങൾക്കനുസരിച്ച് ഓർഡറാക്കിയ പ്രവർത്തനത്തെ സംബന്ധിച്ചാണ് ഇത് പറയുന്നത് എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നു. എന്തായിരുന്നാലും മസ്ജിദുൽ ഹറമിനെ ഈ സഹീഹുൽ ബുഖാരിയുടെ ക്രോഡീകരണത്തിനുള്ള ഒരു അത്താണിയായി ഇമാം ബുഖാരി സ്വീകരിച്ചു എന്നുള്ളതാണ്. എത്രമാത്രം സൂക്ഷ്മതയാണ് മഹാനവറുകൾ അവിടെ കാണിക്കുന്നത്. മാത്രമല്ല മഹാനവറുകൾ പറയുകയാണ്, ഞാൻ ഈ സഹീഹുൽ ബുഖാരിയിൽ ഒരുപാട് ഹദീസുകൾ വെക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഒരുപാട് സഹീഹ ഹദീസുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ലഹത്താലായത്തുൽ കിതാബ്, നമ്മുടെ ഗ്രന്ഥം വളരെ വലുതായി പോകും, അതുകൊണ്ട് ഞാൻ പഠിതാക്കൾക്ക് പ്രയാസമില്ലാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതിൽ ഒതുക്കുകയാണെന്നാണ് മഹാനവറുകൾ പറഞ്ഞത്. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, സന്നഫ്തുൽ ജാമിഅ മിൻ 600,000 ഹദീസ്. ഞാൻ ഈ 7000 ചില്ലാനം ഹദീസ് ഇവിടെ രേഖപ്പെടുത്തിയല്ലോ, ഇത് എൻ്റെ കയ്യിലുള്ള 6 ലക്ഷം ഹദീസുകളിൽ നിന്ന് ഏറ്റവും കുറ്റമറ്റ ഹദീസുകൾ എന്ന നിലക്ക് അവയിൽ നിന്ന് ഞാൻ തെരഞ്ഞെടുത്ത് സെലക്ട് ചെയ്തിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. 6 ലക്ഷം ഹദീസ് മഹാനവറുകളുടെ കയ്യിൽ. എന്നിട്ട് ഈ 6 ലക്ഷം ഹദീസുകളിൽ നിന്ന് ഈ 7000 ചില്ലാനം ഹദീസുകൾ ഇതിൽ രേഖപ്പെടുത്താൻ വേണ്ടി മഹാനവറുകൾക്ക് ചെലവായ സമയം മഹാനവറുകൾ പറഞ്ഞത് 16 വർഷമാണ്. 16 കൊല്ലം സഹീഹുൽ ബുഖാരി രചിക്കാൻ മഹാനായ ഇമാം ബുഖാരി സമയമെടുത്തു എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ആ ബുഖാരിയിൽ നിന്ന് മലായിക്കത്തിൻ്റെ അധ്യായം എന്ന് പറയുന്ന ഹദീസുകൾ ഒന്ന് പഠിക്കാൻ വരെ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ്. 16 വർഷമാണ്. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, വജഅൽതുഹു ഹുജ്ജതൻ ഫീമാ ബൈനി വ ബൈനല്ലാഹ്. ഈ സഹീഹുൽ ബുഖാരിയെ നാളെ പാരത്രിക ലോകത്ത് ചെല്ലുമ്പോൾ ഇമാം ബുഖാരിയോട് നീ എന്ത് ചെയ്തു
എൻ്റെ സ്വർഗത്തിൽ കടക്കാരെന്ന് എൻ്റെ റബ്ബ് ചോദിക്കുമ്പോൾ അവിടെ എനിക്ക് എൻ്റെ റബ്ബിൻ്റെ കോടതിയിൽ ഒരു രേഖയായി കാണിക്കാൻ ഞാൻ ഈ ബുഖാരിയെ സ്വീകരിക്കുന്നു എന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി പറയുകയാണ്. അത്രയും സൂക്ഷ്മതയോടുകൂടെ മഹാനവറുകൾ രചിച്ച ഈ ഗ്രന്ഥത്തെ സംബന്ധിച്ച് നമ്മുടെ ആളുകളുടെ ഇടയിൽ മടിയിൽ വെച്ച് പേരിടുന്നത് പോലെയുള്ള വർത്തമാനങ്ങളാണ് ബുഖാരിയെ സംബന്ധിച്ച് പലരിന്നും കേൾക്കാറുള്ളത്. മഹാനായ ഇമാം ബുഖാരി പറഞ്ഞു, ഞാൻ അങ്ങോട്ട് ഗ്രന്ഥം രചിച്ച് ആരോടും ചോദിക്കാതെയും പറയാതെയും അങ്ങനെ ക്രോഡീകരിക്കുകയല്ല ചെയ്തത്. മഹാനവറുകൾ പറയുകയാണ്, ഞാൻ എൻ്റെ ഗ്രന്ഥം ലോകപ്രസിദ്ധനായ മഹാപണ്ഡിതൻ അലി ഇബ്നുൽ മദീനിയെ കാണിച്ചു. മഹാനവറുകൾ ഇമാം ബുഖാരിയുടെ ശൈഖാണ്. അതുപോലെ അഹ്മദ് ബിൻ ഹംബലിനെ കാണിച്ചു. അഹ്മദ് ബിൻ ഹംബൽ നല്ല ഉപദേശ നിർദ്ദേശങ്ങൾ നൽകും. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നീ ഖുറാസാനിൽ പോയി ഇരിക്കരുത്, നീ ബഗ്ദാദിൽ വാ എന്ന് പറഞ്ഞുകൊണ്ട് അഹ്മദ് ബിൻ ഹംബൽ മൂപ്പരെ ക്ഷണിക്കും. അതുപോലെ യഹ്യ ബിൻ മഈൻ വളരെ വലിയ പണ്ഡിതനാണ്. അതുപോലെ വേറെയും നിരവധി പണ്ഡിതന്മാരുടെ മുമ്പിൽ ഈ സ്വഹീഹ് ബുഖാരി സമർപ്പിച്ചു. എന്നിട്ട് അവരോടൊക്കെ പറഞ്ഞു, ഇതിലുള്ള ന്യൂനതകളും കുറവുകളും ഏതെങ്കിലും ഹദീസിന് വല്ല ദുർബലതയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഞാൻ വെച്ച ഹദീസിന്റെ അധ്യായങ്ങളുടെ ഓർഡറുകളിൽ വല്ല വ്യത്യാസവുമുണ്ടെങ്കിൽ പറയാം എന്നവരോട് പറഞ്ഞപ്പോൾ ഈ പണ്ഡിതന്മാരെല്ലാവരും ഇത് നല്ല സംരംഭമാണ്, ഏറ്റവും മഹത്തായ ഹദീസിന്റെ സമാഹാരമാണ് എന്ന് പറഞ്ഞ് അവരെല്ലാം ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുകയാണ്. അലി ഇബ്നു മദീനി എന്നൊക്കെ പറഞ്ഞാൽ മഹാനവരുടെ കാലത്ത് അതിലും വലിയ പണ്ഡിതൻ ലോകത്തില്ല. ലോകം അംഗീകരിച്ച പണ്ഡിതന്മാരാണ്. മാത്രമല്ല അഹ്മദ് ഇബ്നു ഹജറുൽ അസ്കലാനിയുടെ നുസ്ഹത്തുൻ നളർ എന്ന് പറഞ്ഞ് വളരെ പ്രസിദ്ധമായൊരു ഗ്രന്ഥമുണ്ട്. അതിൽ മഹാനവറുകൾ പറയുകയാണ്, ഇത്തിഫാഖുൽ ഉലമാഇ അലാ അന്നൽ ബുഖാരിയ കാന അജല്ല മിൻ മുസ്ലിമിൻ ഫിൽ ഉലൂം വഅറഫ ബിസനാത്തിൽ ഹദീസ് മിൻഹു വഅന്ന മുസ്ലിമൻ തിൽമീദുഹു വഖിരീജുഹു വലം യസൽ യസ്തഫീദു മിൻഹു വയത്തബിഉ ആഥാറഹു. മഹാനായ ഇബ്നു ഹജർ പറയുന്നത്, ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും പറയുന്നത് ഇമാം ബുഖാരിയാണ് ലോകത്തുള്ള മുഴുവൻ മുഹദ്ദിസുകളെക്കാളും ഉന്നതൻ. എത്രമാത്രം ഇമാം മുസ്ലിമിനേക്കാൾ എല്ലാ നിലയിലും ഇമാം മുസ്ലിം ബുഖാരിയുടെ വിദ്യാർത്ഥിയാണ്. എന്നിട്ട് മഹാനായ ഇബ്നു ഹജർ അസ്കലാനി പറയുന്നത്, മഹാനായ ഇമാം ദാറഖുത്നി പറഞ്ഞിരിക്കുന്നു. എന്താ പറയുന്നത്? ലൗലൽ ബുഖാരിയു ലമാ റാഹ മുസ്ലിമുൻ വലാ ജാ. ഇമാം ദാറഖുത്നിയാണ് പലരും ഉന്നയിക്കാറുള്ളത്. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ ദുർബലതയുണ്ട്, ലൈഫ് ഉണ്ട് എന്ന് പറയാം. ഇമാം ദാറഖുത്നി പറഞ്ഞിട്ടുണ്ട് എന്നാണ് പലരും പറയാറുള്ളത്. അതിനൊക്കെ പണ്ഡിതന്മാർ കൃത്യമായി മറുപടിയും നൽകിയിട്ടുണ്ട്. ഇമാം ദാറഖുത്നി എന്താ പറയുന്നാറോ? ഇമാം ബുഖാരി ഇല്ല എങ്കിൽ ഇമാം മുസ്ലിമിന് വരാനും കഴിയൂല, പോവാനും കഴിയൂല. ലൗലൽ ബുഖാരിയു ലമാ റാഹ മുസ്ലിം വലാ ജാ. ഇമാം മുസ്ലിമിന് ഇമാം ബുഖാരി ഇല്ലെങ്കിൽ വരാനും കഴിയില്ല, പോവാനും കഴിയില്ല എന്ന് പറഞ്ഞാൽ ഹദീസ് ലോകത്ത് ഇമാം മുസ്ലിമിന് പിടിച്ചു നിൽക്കാൻ അവർക്കൊക്കെ സാധിച്ചത് ഇമാം ബുഖാരിയുടെ ഫലമാണ് എന്ന് ഇമാം ദാറഖുത്നി പറയുകയാണ്. അപ്പൊ ഇമാം ബുഖാരിയെ സംബന്ധിച്ചിടത്തോളം ഒന്നാമതായി മഹാനവറുകളിൽ ഉണ്ടായത് അള്ളാഹുവിനെ കുറിച്ചുള്ള അപാരമായ ഭയം തന്നെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുകയുണ്ടായി. പിന്നെ മഹാനവറുകളുടെ കാലഘട്ടവും മറ്റ് മുഹദ്ദിസുകളെക്കാൾ മഹാനവറുകൾ മുന്നിലാണ് വയസ്സുകൊണ്ട്. മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് അന്നൽ ഇമാം അൽ ബുഖാരി കാന അക്ബറഹും സിന്ന. മുഹദ്ദിസുകൾ ഇമാം അബൂദാവൂദ്, തിർമിദി, ഇബ്നു മാജ ഇവരൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെയാണ് കൂടുതൽ പ്രായമുള്ളത് ഇമാം ബുഖാരിക്കാണ്. അപ്പോൾ മുൻഗാമികൾക്ക് കുറച്ചുകൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സുന്നത്തിനോട് കുറച്ചും കൂടെ അടുപ്പമുണ്ടായി കിട്ടും. മഹാനവറുകൾക്ക് ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ കൂടെ ഒക്കെ പെരുമാറാൻ അവസരമുണ്ടായിട്ടുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ മദ്ഹബിൻ്റെ ഇമാമുകളിൽ നാലാമനാണ്. ആ അഹ്മദ് ബിൻ ഹംബൽ ലോകത്ത് മദ്ഹബ് ക്രോഡീകരിച്ചു എന്നും നമ്മൾ പറയാറുണ്ട്. ഇല്ല, അദ്ദേഹത്തിൻ്റെ മദ്ഹബ് വിദ്യാർത്ഥികളാണ് ക്രോഡീകരിച്ചത്. മഹാനവറുകൾ ചെയ്തത് ഹദീസുകൾ നന്നായി ക്രോഡീകരിക്കുകയും അത് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു.
മഹാനവറുകളോടുകൂടെ കൂട്ടുകൂടാൻ ഇമാം ബുഖാരിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ മറ്റ് പിൽക്കാലത്ത് വന്ന മുഹദ്ദിസുകളെക്കാൾ മഹാനവറുകൾക്ക് ആ കാലം കുറച്ച് നേരത്തെ ആയതുകൊണ്ട് ഹദീസ് മേഖലയിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. മാത്രവുമല്ല, അന്ന ഷർത്തൽ ഇമാം അൽ ബുഖാരി കാന അഅല വ ഔസഖ് മിൻ ഷർത്തിൽ ഇമാം മുസ്ലിം ഫി ഖബൂലിൽ ഹദീസ്. ഹദീസ് സ്വീകരിക്കാൻ പണ്ഡിതന്മാർക്കൊക്കെ പ്രത്യേകമായ ഡിമാൻഡുകൾ അവർ കാണും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയുടെ ഡിമാൻഡ് വളരെ കടുത്ത ഡിമാൻഡാണ്. ഒരു ഹദീസ് ഒരു പണ്ഡിതനിൽ നിന്ന് സ്വീകരിക്കാൻ മറ്റ് മുഹദ്ദിസുകൾ സ്വീകരിക്കുന്ന ഡിമാൻഡ് അല്ല ഇമാം ബുഖാരി വെക്കുക. വളരെ കണിശമായ ഡിമാൻഡുകൾ വെക്കും. എന്നാൽ ഇമാം ബുഖാരിയുടെ സ്വഹീഹിന് ഹദീസ് സ്വീകരിക്കാനുള്ള ഡിമാൻഡുകൾ ഇന്നതൊക്കെയാണ് എന്ന് ഇമാം ബുഖാരി എണ്ണി പറഞ്ഞില്ല. ഞാൻ ഒരു ഹദീസ് സ്വീകരിക്കണമെങ്കിൽ അതിൻ്റെ ഷർത്ത് 1, 2, 3 എന്ന് പറഞ്ഞ് മഹാനവറുകൾ ഷർത്ത് പറഞ്ഞില്ല. കാരണം എന്താ? റിപ്പോർട്ടർമാരെ കാണാൻ ചെല്ലുമ്പോൾ, മുഹദ്ദിസുകളിൽ നിന്ന് ഹദീസ് പഠിക്കാൻ ചെല്ലുമ്പോൾ അവരിൽ നിന്ന് എന്താ ഉണ്ടാകുക എന്നുള്ളത് അവരെ സമീപിക്കുമ്പോഴാണ് മനസ്സിലാവുക. അതുകൊണ്ട് തന്നെ മഹാനായ ഇമാം ബുഖാരി വളരെ കണിശമായ ഡിമാൻഡുകൾ വെച്ചു മറ്റുള്ളവരെക്കാൾ. അതുകൊണ്ടാണ് കൂടുതലും മഹാനവറുകൾക്ക് ആധികാരികത ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ മഹാനവറുകൾ മറ്റുള്ളവരെക്കാളും മുന്നിൽ വന്നു എന്നുള്ളതും അതിനൊരു കാരണമാണ്. അപ്പോൾ നമ്മൾ പരിശോധിച്ചാൽ ഇമാം ബുഖാരിയുടെ ജനന തീയതി എന്നായിരിക്കും? ഹിജറ 194 ഇമാം ബുഖാരി ജനിക്കുന്നത്. മഹാനവറുകൾ മരിക്കുന്നത് ഹിജറ 256. 194 മുതൽ 256 വരെ ജീവിച്ചു. അപ്പോൾ എത്ര വയസ്സുണ്ടാകും? 62 വയസ്സുണ്ട് ഇമാം ബുഖാരിക്ക്. 62 വയസ്സായപ്പോൾ മഹാനവറുകൾ ലോകത്തോട് ഇവിടെ പറഞ്ഞു. മഹാനവറുകളുടെ പ്രദേശം ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെയാണ് മഹാനവറുകൾ ജനിക്കുന്നത്. അതേ സ്ഥാനത്ത് ഇമാം ബുഖാരി 194 ജനിക്കുമ്പോൾ ഇമാം മുസ്ലിം ജനിക്കുന്നത് ഹിജറ 206. ഇമാം മുസ്ലിം ജനിക്കുന്നത് ഹിജറ 206. മഹാനവറുകൾ മരണപ്പെടുന്നത് 261. ഇമാം മുസ്ലിം മരണപ്പെടുന്നത് ഹിജറ 261. അപ്പോൾ മഹാനവറുകളുടെ വയസ്സ്, ഇമാം മുസ്ലിമിൻ്റെ വയസ്സ് 55 വയസ്സ്. ഇറാനിലെ നെയ്സാബൂർ പട്ടണത്തിലാണ് മഹാനായ ഇമാം മുസ്ലിം ജനിക്കുന്നത്. ഇറാനിലെ നെയ്സാബൂർ പട്ടണത്തിൽ. അതേപോലെ മഹാനായ ഇമാം നസായി ജനിക്കുന്നത്, സുനനു നസായി എന്ന് പറയാറുണ്ടല്ലോ, ഈ നസായി ജനിക്കുന്നത് ഹിജറ 215. മഹാനവറുകൾ മരിക്കുന്നത് ഹിജറ 303 ഇമാം നസായി. അദ്ദേഹത്തിൻ്റെ ജനന സ്ഥലം നെസ എന്ന് പറയുന്ന സ്ഥലം. നെസ അതായത് തുർക്ക്മാനിസ്ഥാനിലെ നെസ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം നെസ എന്ന് പറഞ്ഞ സ്ഥലത്ത് ജനിച്ചപ്പോൾ നെസായി എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പേര് നെസായി ഒന്നുമല്ല. നെസ എന്ന് പറഞ്ഞ നാടിൻ്റെ പേര്. നെസായി എന്ന് പറഞ്ഞാൽ നാട്ടിലേക്ക് ചേർക്കപ്പെട്ട ആൾ എന്നാണ്, നെസയിലേക്ക് ചേർക്കപ്പെട്ട ആൾ. അദ്ദേഹത്തിൻ്റെ പേര് അഹ്മദ് ബിൻ ഷുഐബ് എന്നാണ്. അഹ്മദ് ബിൻ ഷുഐബ്. അതേപോലെ തന്നെ അബൂദാവൂദ് മഹാനവറുകൾ ജനിക്കുന്നത് ഹിജറ 202. മഹാനവറുകൾ മരണപ്പെടുന്നത് 275. ഇറാനിൻ്റെ ഭാഗമായിരുന്ന സിജിസ്ഥാനിലാണ് മഹാനായ ഇമാം അബൂദാവൂദ് ജനിക്കുന്നത്. അദ്ദേഹത്തിന് അപ്പോൾ 73 വയസ്സ് വരെ ജീവിച്ചു മഹാനവറുകൾ. ഇമാം നസായിയോ 215 മുതൽ 303 വരെ, അപ്പോൾ 88 വയസ്സ് വരെ ജീവിച്ചു. അതുപോലെ സുനന് തിർമതി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്, ഉസ്ബെക്കിസ്ഥാനിലെ ഒരു സ്ഥലമാണ് തിർമതി എന്ന് പറയുന്നത്. അവിടെ മഹാനവറുകൾ ഹിജറ 209 ജനിക്കുന്നത്. എന്നിട്ട് ഹിജറ 279 മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ മഹാനവറുകൾക്ക് 70 വയസ്സുണ്ടാവും.
അവരൊക്കെ ഇമാം ബുഖാരിയേക്കാൾ സ്വല്പം പിന്നിലാണ് വയസ്സുകൊണ്ട്. അതുപോലെ മഹാനായ ഇബ്നു മാജ, അദ്ദേഹം ജനിക്കുന്നത് ഖസ്വീൻ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഇറാനിൽ തന്നെ. ഖസ്വീൻ, 2 പുള്ളിയിലെ ഖാഫ്. ഹിജ്റ 209 ജനിക്കുകയും 273 മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ 64 വയസ്സുണ്ട് മഹാനവറുകൾക്ക്. അപ്പോൾ ഇങ്ങനെ ജനനം കൊണ്ട് മറ്റ് ഇമാമുകളെക്കാൾ കുറച്ച് മുൻകടന്നതുകൊണ്ട് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിക്ക് അഹ്മദ് ബിൻ ഹംബൽ പോലെയുള്ള പണ്ഡിതന്മാരുമായി സംവദിക്കാനുള്ള ഇടം ഉണ്ടായതുകൊണ്ട്, അലി ഇബ്നു മദീനി പോലെ, യഹ്യ ഇബ്നു മഈൻ പോലെയുള്ള വലിയ വലിയ പണ്ഡിതന്മാരുമായി നിരന്തരമായി ഇടപെടാൻ കഴിഞ്ഞതുകൊണ്ട് മഹാനവറുകൾക്ക് മറ്റുള്ള മുഹദ്ദിസുകളെക്കാൾ നല്ലൊരു ആധികാരികതയുണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറയുകയാണ് ഇമാം ബുഖാരിയെ സംബന്ധിച്ച്, ലൈസ തഹ്ത അദീമി സമാഇ കിതാബുൻ അസഹു മിനൽ ബുഖാരി ബഅദൽ ഖുർആൻ. ആകാശത്തിന്റെ ചുവട്ടിൽ ഇമാം ബുഖാരിയുടെ സ്വഹീഹിനേക്കാൾ പ്രബലമായ ഒരു ഗ്രന്ഥം ആകാശത്തിന്റെ ചുവട്ടിൽ വേറെ ഇല്ല എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും വളരെ വ്യക്തമായി മഹാനവറുകളെയും മഹാനവറുകളുടെ ഗ്രന്ഥത്തെയും സംബന്ധിച്ച് പ്രശംസിക്കുമ്പോൾ, അതിൻ്റെ ആധികാരികതകൾ പ്രഖ്യാപിക്കുമ്പോൾ, നമ്മുടെ ആളുകൾക്ക് ബുഖാരി എന്നുള്ളത് ഒരു സാധാ പുസ്തകം പോലെ അവരുടെ മനസ്സിൽ വരികയാണ്. മഹാനായ ഹാഫിദുദ്ദുന്യ ഒരിക്കൽ ഇതിന് മറുപടി പറഞ്ഞു. ഈ ഇമാം ബുഖാരിയുടെ സഹീഹിന് മറുപടി പറയുന്നൊരു സാഹചര്യമുണ്ടായി. എന്താണ് മഹാനവറുകൾ പറയുന്നത്? പല ആളുകളും ഇമാം ബുഖാരിയുടെ സഹീഹിനെ ഖണ്ഡിക്കുന്നുണ്ട്. എന്നാൽ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും സഹീഹുൽ ബുഖാരി എന്നുള്ളത് ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും അംഗീകരിച്ചതാണ്. ആരൊക്കെ അതിന് വിമർശനം നടത്തിയാലും അതൊക്കെ വിവരക്കുറവ് കൊണ്ടാണ്. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, فإنهم لا يختلفون في أن علي بن المديني كان عالم أقرانه بعلل الحديث وعنه أخذ البخاري ذلك. അതായത് നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ഹദീസ് സ്വീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ അലി ഇബ്നുൽ മദീനി പോലെയുള്ള പണ്ഡിതന്മാരാണ്. അലി ഇബ്നു മദീനി ആ കാലത്തുള്ള പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതനാണ്. മാത്രമല്ല ഒരിക്കൽ ഹത്താ കാന യഖൂലു മസ്തസ്ഗർതു നഫ്സി ഇൻദ അഹദിൻ ഇല്ലാ ഇൻദ അലി ഇബ്നുൽ മദീനി. ഇമാം ബുഖാരി ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഒരാളെ മുന്നിലും ഞാൻ ചെറുതായിട്ടില്ല, മഹാനായ അലി ഇബ്നു മദീനിയുടെ മുന്നിലല്ലാതെ. മഹാനവറുകളുടെ അരികിൽ ചെല്ലുമ്പോൾ ഞാനൊരു കൊച്ചു കുട്ടിയെ പോലെയാകും. അത്രയും വലിയ അപാരമായ അറിവിൻ്റെ സാഗരമാണ് അലി ഇബ്നു മദീനി എന്ന് ഇമാം ബുഖാരി പറയും. ഈ വിവരം ഹാഫിദുദ്ദീനെ പറയാ, വമാ ദാലിക ഫകാന അലി ഇബ്നുൽ മദീനി ഇദാ ബലഹു ദാലിക അനിൽ ബുഖാരി. ഇങ്ങനെ ബുഖാരി ഇങ്ങനെ പറയുന്നുണ്ട് എന്ന വിവരം അലി ഇബ്നു മദീനി കേട്ടാൽ ആളുകൾ പറയും, നിങ്ങളെപ്പറ്റി ഇമാം ബുഖാരി പറയുന്നത് ഞാൻ ആരുടെ മുന്നിലും ചെറുതായിട്ടില്ല, പക്ഷേ അലി ഇബ്നു മദീനിയുടെ അടുത്തെത്തി കഴിഞ്ഞാൽ ഞാനൊരു കൊച്ചാണ്, ഒന്നുമല്ല ഞാൻ എന്ന രൂപത്തിൽ നിങ്ങളെപ്പറ്റി പറയാറുണ്ട് ഇമാം ബുഖാരി എന്ന് പറയുമ്പോൾ മഹാനായ അലി ഇബ്നു മദീനി പറയുന്ന മറുപടി എന്താ അറിയോ? ദഉ ഖൗലഹു ഫഇന്നഹു മാ റആ മിസ്ല നഫ്സിഹി. ബുഖാരിയുടെ വാക്ക് നിങ്ങൾ വിട്ടോളൂ. അദ്ദേഹത്തിന് സമാനമായ ഒരു വ്യക്തിത്വത്തെ ഇന്നേ വരെ അദ്ദേഹം കണ്ടിട്ടില്ല. ഇത്രയും വലിയ പണ്ഡിതൻ അലി ഇബ്നു മദീനി. അലി ഇബ്നു മദീനിയെ പറ്റി ഇമാം ബുഖാരി പറയുന്നത്, ഞാൻ അലി ഇബ്നു മദീനിയുടെ അടുക്കൽ ചെല്ലുമ്പോൾ ഞാൻ ഒന്നുമല്ല, ഒരു കൊച്ചു കുട്ടിയായിരിക്കും. എന്നാൽ അലി ഇബ്നു മദീനി പറയുന്നു, ഇന്ന് അള്ളാഹിന്റെ ഭൂമിയുടെ മുകളിൽ ഇമാം ബുഖാരിയേക്കാൾ വലിയ ഒരു മനുഷ്യനില്ല, വലിയൊരു പണ്ഡിതനില്ല. ഒരു ഗുരുമുഖത്തിൽ നിന്ന് ഒരു വിദ്യാർത്ഥിക്ക് കിട്ടുന്ന ഇതിലേറെ വലിയ സർട്ടിഫിക്കറ്റിന് എന്താണുള്ളത്? അത്ര വലിയ പണ്ഡിതന്മാർ ഈ രൂപത്തിൽ ആ വ്യക്തിക്കും മഹാനവറുകളുടെ ഗ്രന്ഥത്തിനും ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുകയാണ്. ഈ അലി ഇബ്നു മദീനിയുടെ മുമ്പിലാണ് ഈ സഹീഹുൽ ബുഖാരി മഹാനവറുകൾ പ്രദർശിപ്പിക്കുന്നത്, തെറ്റ് നോക്കാൻ കൊടുക്കുന്നത്.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ചില്ലറയല്ല ഈ സ്വഹീഹുൽ ബുഖാരി എന്നുള്ളത്. എന്നാൽ അതിലുള്ള ചില റിപ്പോർട്ടർമാരെ ഇമാം ദാറഖുത്നി പോലെയുള്ള പണ്ഡിതന്മാർ ഖണ്ഡിച്ചിട്ടുണ്ട്. സ്വാഭാവികം, ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും ആർക്കും ഖണ്ഡിക്കാം, ധാരണ പിശകുകൾ സംഭവിക്കാം, അതൊക്കെ സ്വാഭാവികമാണ്. എന്നാൽ അങ്ങനെയുള്ള ഖണ്ഡനങ്ങളെ മഹാനായ ഹാഫിളുദ്ദീൻ ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹത്തിൻ്റെ മുഖദ്ദിമയിൽ ഫത്ഹുൽ ബാരിയുടെ മുഖപുരയിൽ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്, ഒരു അധ്യായം തന്നെ കൊണ്ടുവരികയാണ്. എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്തതെന്നറിയോ? ഓരോ ഹദീസും സഹീഹ് ദാറഖുത്നി അതേപോലെയുള്ള പണ്ഡിതന്മാർ ഇമാം ബുഖാരിയുടെ സഹീഹിൽ നിന്ന് 110ഓളം ഹദീസുകളെ അവരെന്ത് ചെയ്തിട്ടുണ്ട്? നിരൂപണം നടത്തിയിട്ടുണ്ട്. 110ഓളം ഹദീസുകൾ അവർ നിരൂപണം നടത്തി. അങ്ങനെ നിരൂപണം നടത്തിയപ്പോൾ മഹാനായ ഹാഫിളുദ്ദീൻ ഇബ്നു ഹജർ അസ്ഖലാനി ഓരോ ഹദീസും അവർ നിരൂപണം നടത്തിയതിന് 1 മറുപടി നൽകി. മനസ്സിലായില്ലേ? അപ്പൊ ഇമാം ബുഖാരിയുടെ സഹീഹിലെ ഏതെങ്കിലും ഒരു ഹദീസിന് ആരെങ്കിലും ഖണ്ഡനം നടത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു ഖണ്ഡനം വന്നിട്ടുണ്ടെങ്കിൽ അതിന് 100 മറുപടിയും പണ്ഡിത ലോകത്ത് നടന്നിട്ടുണ്ട്. അത്രയും ബൃഹത്താണ് ഇമാം ബുഖാരിയുടെ സഹീഹിന്റെ വ്യാഖ്യാനങ്ങൾ, ഷറഹികൾ. ഇമാം ബുഖാരിയുടെ സഹീഹിന് നിരവധി പണ്ഡിതന്മാർ ഷറഹികൾ എഴുതിയിട്ടുണ്ട്. ആ ഷറഹികളിലൊക്കെ വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ വ്യാഖ്യാനങ്ങളിലൊക്കെ വളരെ കൃത്യമായി ഇന്ന് നമ്മൾ കേൾക്കുന്ന അജുവക്കാരക്കയുടെ ഹദീസ് അല്ലേ, അജുവ തിന്നാൽ സിഹിർ ഫലിക്കില്ല, അതുപോലെ വിഷമേൽക്കില്ല എന്ന ഹദീസ് ആളുകൾ തള്ളാൻ ശ്രമിക്കും ചിലരൊക്കെ. അതുപോലെ പല്ലിയുമായി ബന്ധപ്പെട്ട ഹദീസ്, അതേപോലെ തന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മലക്കുൽ മൗത്തിനെ തല്ലി എന്ന് പറയുന്ന ഹദീസ്, അതുപോലെ കുരങ്ങുകൾ ഹദ്ദടിച്ചു എന്ന് പറയുന്ന ഹദീസ്, ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ നമുക്ക് ഒറ്റയടിക്ക് വിവരം ഇല്ലാത്ത ആളുകൾക്ക്, ഹദീസ് ലോകത്തെക്കുറിച്ച് പരിചയമില്ലാത്ത ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമാകും. അപ്പോൾ അത്തരം ഹദീസുകളൊക്കെ എങ്ങനെയാണ് ബുഖാരിയിൽ വന്നത്, ബുഖാരി ഇമാം എങ്ങനെയാണത് കൊണ്ടുവന്നത്, അതൊക്കെ എങ്ങനെയാണ് സ്വഹീഹായത്, എങ്ങനെയാണത് നമ്മുടെ വിശ്വാസ മേഖലക്ക് കോട്ടം തട്ടാത്ത രൂപത്തിൽ അതിനെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് എന്നൊക്കെ വളരെ ബൃഹത്തായ രൂപത്തിൽ പണ്ഡിതന്മാർ അവർക്ക് മറുപടിയും നൽകിയിട്ടുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞത്, ഇനി ആ ഭാഗത്തേക്ക് നമ്മൾ പോയാൽ നമുക്കത് കുറച്ച് എന്താ പറയുക പ്രയാസകരമായിരിക്കും ആ കാര്യങ്ങൾ. അതിന് ഹദീസിൻ്റെ നിദാനശാസ്ത്രവും അതുപോലെ കർമ്മശാസ്ത്രത്തിൻ്റെ നിദാനശാസ്ത്രവും അതുപോലെ അറബി ഗ്രാമറും അറബി അർത്ഥാലങ്കാര ശാസ്ത്രവും ഒക്കെ അറിയുന്ന ആളുകൾക്കാണ് ആ മേഖലയിലൂടെ കടന്നു പോകാൻ കഴിയുള്ളൂ. പക്ഷേ എങ്കിലും ഞാൻ ഇത്രയും പറഞ്ഞ് നിർത്തുന്നതിൻ്റെ കാരണം, നമ്മൾ ബുഖാരിയിൽ കൊണ്ടുവരുന്ന ഹദീസുകൾ അത് ഈ രൂപത്തിലാണ് ആ ഹദീസുകൾക്ക് ഇസ്ലാമിക ലോകം നൽകുന്ന പരിഗണന. ഇമാം ബുഖാരി ഈ രൂപത്തിലാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. മഹാനവറുകൾ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ കോടതിയിൽ ഞാൻ വരുമ്പോൾ, മീസാനിന്റെ അടുക്കൽ വരുമ്പോൾ, ജഅൽതുഹു ഹുജ്ജതൻ ഇൻദല്ലാഹ്, അള്ളാഹിന്റെ അടുക്കൽ എനിക്കതൊരു രേഖയാണ്. പടച്ച റബ്ബിന്റെ കോടതിയിൽ എനിക്കൊരു രേഖയാണ് സഹീഹുൽ ബുഖാരി എന്ന് പറയാൻ മാത്രം ധൈര്യം ഇമാം ബുഖാരി കാണിച്ചെങ്കിൽ, തൻ്റെ ഗുരുനാഥന്മാരെല്ലാവരും അത് അംഗീകരിച്ചെങ്കിൽ, ലോകത്ത് തുല്യതയില്ലാത്ത പണ്ഡിത പ്രതിഭകൾ അത് അംഗീകരിച്ചെങ്കിൽ, ഇന്നിൻ്റെ പുതിയ തലമുറകൾക്ക് ഹർക്കത്തിടാത്ത ഒരു പേജ് തെറ്റുകൂടാതെ വായിക്കാൻ പോലും അറിയാത്ത ആളുകളാണ് ഈ ബുഖാരി ഇമാമിൻ്റെ സ്വഹീഹിൽ ദുർബലതകളുണ്ട് എന്നൊക്കെ പറയാൻ ശ്രമിച്ചു പോകുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 6 ലക്ഷം ഹദീസുകളിൽ നിന്ന് മഹാനായ ഇമാം ബുഖാരി റഹ്മഹുല്ലാ കടഞ്ഞ് തെളിയിച്ചു കൊണ്ടുവന്ന ഹദീസുകൾ നമ്മൾ പറയുകയുണ്ടായി. 6 ലക്ഷം ഹദീസുകളിൽ നിന്ന് മഹാനവറുകൾ 7397 ഹദീസാ കൊണ്ടുവന്നത്. 6 ലക്ഷം ഹദീസുകൾ പരിശോധിച്ചു മഹാനവറുകൾ. എത്ര സമയമെടുക്കും അതിന്? ഇപ്പം ഇന്ന് നമ്മോടൊക്കെ ആരെങ്കിലും ഒരു ഹദീസ് പറഞ്ഞിട്ട് നമുക്ക് വാട്സപ്പിൽ വിട്ടു തന്നാൽ നമ്മളത് സ്വഹീഹാണോ ദുർബലമാണോ എന്ന് നോക്കുക. ഏറി വന്നാൽ ഒരു അരമണിക്കൂറൊക്കെ ഏറി വന്നാൽ എടുത്തേക്കാം. മാക്സിമം മിനിമം ഒരു 2, 3, 4 മിനിറ്റ് കൊണ്ട് ഇന്നത്തെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി നമുക്ക് കണ്ടെത്താൻ കഴിയും. അതേ സ്ഥാനത്ത് ഇതൊന്നുമില്ലാത്ത കാലത്ത് 6 ലക്ഷം ഹദീസുകളുടെ കൂട്ടത്തിൽ 7397 ഹദീസുകൾ
കുറ്റമറ്റതൊരാൾക്കും ഖണ്ഡിക്കാൻ കഴിയാത്ത രൂപത്തിൽ മഹാനവറുകൾ കൊണ്ടുവരികയും ഓരോ ഹദീത്തും രേഖപ്പെടുത്തുമ്പോൾ കുളിക്കുകയും അള്ളാഹുവിനോട് ഇസ്തിഹാറത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ച് ഓരോ ഹദീത്തും ഇതിൽ രേഖപ്പെടുത്തുമ്പോൾ ആ ഹദീത്തുകളെ പഠിക്കാൻ നിൽക്കുന്ന നമുക്കും അതിൻ്റേതായ ആ ഒരു മഹത്വം അതിന് കൽപ്പിച്ചുകൊണ്ട് തന്നെ ഇമാം ബുഖാരി ഇത് പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുമ്പോൾ മഹാനവറുകൾക്കുള്ള രേഖയായി ബുഖാരിയെ കാണുമ്പോൾ അതിൻ്റെ പഠിതാക്കളായ നമ്മളും അത് അത്തരം ഒരു രേഖയായി കാണണം. റബ്ബ് സുബ്ഹാനഹു വ തആല കൃത്യമായി ഇത്തരം കാര്യങ്ങൾ പഠിക്കാനും അത് ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനുമൊക്കെ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. കൂടുതൽ അറിവിനെ വർദ്ധിപ്പിക്കാൻ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിച്ചു, ഖുൽ റബ്ബി സിദ്നി ഇൽമ, പറയൂ നബിയെ റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവെ എനിക്ക് നീ അറിവിനെ വർദ്ധിപ്പിച്ചു കൊണ്ടായത്. അങ്ങനെ നമ്മളെപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം അറിവിനെ വർദ്ധിപ്പിച്ചു തരാൻ വേണ്ടി. കിട്ടുന്ന സമയങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുകയും ചെയ്താൽ നാം എപ്പോഴും പറയാറുള്ളത് പോലെ സഹലലഹു ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള ഒരു എളുപ്പ വഴിയിലാണ് നമ്മൾ ഈ ഇരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നത് കബൂലാക്കുമാറാവട്ടെ. ഈ ഹബര വിജയികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീനിന് സേവനം ചെയ്യാനും ദീർഘായുസ്സോടെയും ആഫിയത്തോടെയും പ്രവർത്തിക്കാനുമുള്ള സൗഭാഗ്യം നമുക്കെല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബ്